ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് 17 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും നാഷണൽ ഫിലിം അവാർഡ്സും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വിന്നേഴ്സ് ആരാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഫിലിം അവാർഡ്സ് 2022 വിജയികൾ ആരെന്നാണ്. അപ്പോൾ 70ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ആണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അപ്പോൾ 70th നാഷണൽ ഫിലിം അവാർഡ്സ് ഏത് വർഷത്തെയാണ്? 2022 ചിത്രങ്ങൾക്കാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം ബെസ്റ്റ് ആക്ടർ ആണ്. ബെസ്റ്റ് ആക്ടർ വരുന്നത് ഋഷഭ് ഷെട്ടിയാണ്. കാന്താര എന്ന് പറയുന്ന സിനിമ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ് കാന്താര. അപ്പോൾ ആ ഒരു ഫിലിമിനാണ് ഋഷഭ് ഷെട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ബെസ്റ്റ് ആക്ട്രസ് ആണ്. ബെസ്റ്റ് ആക്ട്രസ് 2 പേർക്കാണ് ആ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് നിത്യ മേനോനും അതുപോലെ തന്നെ മാനസി പരേഖും. നിത്യ മേനോന് ഈ ഒരു അവാർഡ് നേടിക്കൊടുത്ത ചിത്രം തിരുച്ചിത്രമമ്പലം എന്ന് പറയുന്നതാണ്. തിരുച്ചിത്രമമ്പലം ആണ് നിത്യ മേനോന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ മാനസി പരേഖിന് അവാർഡ് നേടിക്കൊടുത്തത് കച്ച് എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അടുത്തത് ബെസ്റ്റ് ഫിലിം, അത് മലയാളം സിനിമയാണ്. ആട്ടം എന്ന് പറയുന്ന മലയാളം സിനിമയ്ക്കാണ് ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ വരുന്നത് ആനന്ദ് ഏകർഷിയാണ്. ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന് പറയുന്ന ഫിലിമിനാണ് 2022 നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ഡയറക്ഷൻ അതിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് സൂരജ് ആർ ബർജാത്യ. ഊഞ്ചായ് എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ ഊഞ്ചായ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സൂരജ് ആർ ബർജാത്യക്കാണ് ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസം എന്റർടൈൻമെന്റ്, അത് കാന്താര എന്ന് പറയുന്ന സിനിമ ആണ് നേടിയിരിക്കുന്നത്. അതിന്റെ സംവിധായകൻ ഋഷഭ് ഷെട്ടിയാണ്. അപ്പോൾ കാന്താര എന്ന് പറയുന്നതാണ് ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസം എന്റർടൈൻമെന്റ്. അതിന്റെ ഡയറക്ടർ വരുന്നത് ഋഷഭ് ഷെട്ടി. അദ്ദേഹം തന്നെയാണ് ബെസ്റ്റ് ആക്ടറായിട്ടും ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. മലയാളിയാണ്. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ശ്രീപദ് ആണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ബെസ്റ്റ് സ്ക്രീൻ പ്ലേയും ബെസ്റ്റ് എഡിറ്റിംഗും നേടിയിരിക്കുന്നത് ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രവർത്തകർക്കാണ്. അപ്പോൾ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ നേടിയിരിക്കുന്നത് ആനന്ദ് ഏകാർഷിയാണ്. അപ്പോൾ ആനന്ദ് ഏകാർഷി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. അദ്ദേഹം തന്നെയാണ് ബെസ്റ്റ് ഫിലിമിന്റെ ഡയറക്ടറും വരുന്നത്. അപ്പോൾ ബെസ്റ്റ് ഫിലിം ആട്ടമാണ്. ഇനി അതുപോലെ തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കും അദ്ദേഹത്തിനാണ്, ആനന്ദ് ഏകാർഷിക്കാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ബെസ്റ്റ് എഡിറ്റിങ്ങിന് മഹേഷ് ഭുവനന്ദ് ഫോർ ആട്ടം, അതും ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ എഡിറ്റർ ആയിട്ടുള്ള മഹേഷ് ഭുവനന്ദിനാണ് ബെസ്റ്റ് എഡിറ്റിംഗ് അവാർഡ്. അടുത്തത് മലയാളത്തിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് വന്നിരിക്കുന്നത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന് മലയാളം സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമയാണ്. അതിന്റെ സംവിധായകൻ തരുൺ മൂർത്തിയാണ്. അപ്പോൾ തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് മലയാളത്തിനായിട്ട് കിട്ടിയ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് കിട്ടിയ അവാർഡ് ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിം ഡയറക്ഷൻ. അതിൽ ഒരു മലയാളിയാണ് അവാർഡ് നേടിയിരിക്കുന്നത്. മറിയം ചാണ്ടി മേനഞ്ചേരി. മറിയം ചാണ്ടി മേനഞ്ചേരിയാണ് ഏത് സിനിമയ്ക്ക്? ഫ്രം ദ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മറിയം ചാണ്ടി മേനഞ്ചേരിക്കാണ് ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിം ഡയറക്ഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മൊത്തം. വേറെ ഒരുപാട് അവാർഡുകളുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് കൂടി ലഭിച്ചതായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കി പോന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ വിന്നേഴ്സിനെ നോക്കുകയാണ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിൽ ബെസ്റ്റ് ഫിലിം ആയിട്ട് വന്നിരിക്കുന്നത് കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയാണ്. കാതൽ ദ കോർ. അതിന്റെ ഡയറക്ടർ ജിയോ ബേബിയാണ്. അതാണ് ബെസ്റ്റ് ഫിലിം. ബെസ്റ്റ് ആക്ടർ മെയിൽ വരുന്നത് പൃഥ്വിരാജ് സുകുമാരൻ. സിനിമ ആടുജീവിതം. ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക്, ബീന ആർ ചന്ദ്രൻ തടവ് എന്ന് പറയുന്ന സിനിമയ്ക്ക്. അപ്പോൾ ഉർവശിയും ബീന ആർ ചന്ദ്രനും ഇവർ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തിരിക്കുകയാണ് ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ അവാർഡ്. അടുത്ത ബെസ്റ്റ് ഡയറക്ടർ ബ്ലെസ്സിക്കാണ് ലഭിച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന ഫിലിമിന്. അടുത്തത് ബെസ്റ്റ് ഫിലിം വിത്ത് പോപ്പുലർ അപ്പീൽ ആൻഡ് എസ്തെറ്റിക് വാല്യൂസ്, അത് ആടുജീവിതം എന്ന സിനിമയ്ക്കാണ്. അതിന്റെ ഡയറക്ടറാണ് ബ്ലെസ്സി. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലെ
വിന്നേഴ്സ് വരുന്നത്. അപ്പോൾ ഈ വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് ഒരു AI ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഈ 2024 ഓഗസ്റ്റ് 15-നാണ് ആ ഒരു സിസ്റ്റം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ പെസ്റ്റ് സർവൈലൻസ് ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഉദ്ദേശം. To help farmers connect with agricultural scientists and experts for effective pest control using their phones. അതായത് ഒരു കർഷകന് അവരുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് ആരുടെയൊക്കെ അഡ്വൈസ് എടുക്കാൻ പറ്റും? അഗ്രികൾച്ചറൽ സയന്റിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ ഒരു അഡ്വൈസ് എടുക്കാനായിട്ട് അവരുടെ ഫോൺ ത്രൂ ഡയറക്റ്റ് ആയിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ആ രീതിയിൽ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. aims to reduce farmers dependence on pesticide retailers. അപ്പൊ അങ്ങനെ അവർക്ക് നേരിട്ട് ഇങ്ങനെ എക്സ്പേർട്ടുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ പെസ്റ്റിസൈഡ് റീറ്റെയിലേഴ്സുമായിട്ടുള്ള അവരുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അവരെ അധികം ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. provides data for selected crops, that is rice, cotton, maize, mangoes and chilies. ഇപ്പൊ ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വിളകൾ മാത്രമാണ് ഉള്ളത്. അതായത് റൈസ്, കോട്ടൺ, മെയ്സ്, മാംഗോ, ചില്ലി, ഇതിനൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത്. ഭാവിയിൽ അത് കൂടുതൽ ക്രോപ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം. ഓഗസ്റ്റ് 15, 2024, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് ഈ ഒരു സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. AI ബേസ്ഡ് സിസ്റ്റം ആണ്. ഡയറക്റ്റ് ആയിട്ട് സയന്റിസ്റ്റുകളും എക്സ്പേർട്ടുമായിട്ട് ഫാർമേഴ്സിന് ഫോൺ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെസ്റ്റിസൈഡ് റീറ്റെയിൽസ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഫാർമേഴ്സിന് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ റൈസ്, കോട്ടൺ, മെയ്സ്, മാംഗോ, ചില്ലീസ്, ഇതിനാണ് ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മൾ വേൾഡ് എലിഫന്റ് ഡേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വേൾഡ് എലിഫന്റ് ഡേ വരുന്നത് ഓഗസ്റ്റ് 12 ആണ്. അപ്പൊ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ 2024 വേൾഡ് എലിഫന്റ് ഡേയുടെ തീം വരുന്നത് പേഴ്സണിഫയിങ് പ്രീഹിസ്റ്ററിക് ബ്യൂട്ടി, തിയോളജിക്കൽ റെലവൻസ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ്. അതായത് ഈ എലിഫൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻസ് അല്ല, അതിന് പ്രീ ഹിസ്റ്ററിക് റെലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അവർക്കൊരു പ്രീ ഹിസ്റ്ററിക് ബ്യൂട്ടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് 2024 വേൾഡ് എലിഫന്റ് ഡേയുടെ തീം. പേഴ്സണിഫയിങ് പ്രീ ഹിസ്റ്ററിക് ബ്യൂട്ടി, തിയോളജിക്കൽ റെലവൻസ്, അതായത് പല നമ്മുടെ തിയോളജിയിലും ഈ ഒരു ആനയെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തിയോളജിക്കൽ റെലവൻസ്, എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ്, ഇതാണ് തീം വരുന്നത്. പിന്നെ എലഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന 2 പ്രൊജക്റ്റുകളെ കുറിച്ച് പറയാണ്. Project Elephant is a centrally sponsored initiative launched in 1995 aimed at protecting elephants, their habitat and corridors. 1995 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്നത്. അത് എന്താണ് ആ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്? എലിഫൻസ് അവരുടെ താമസ സ്ഥലം, അവർ കടന്നു പോകുന്ന കോറിഡോർസ്, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൊജക്ട് എലിഫന്റിന്റെ ലക്ഷ്യം. പിന്നെ 2010 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എലിഫന്റിനെ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എലിഫന്റ് ആണ്. 2010 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേൾഡ് എലിഫന്റ് ഡേയുമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് കഴിഞ്ഞ ദിവസം ISRO ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. EOS അഥവാ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ISRO ലോഞ്ച് ചെയ്തു. ഡീറ്റെയിൽസ് നോക്കാം. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദി EOS-08 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഓൺ ബോർഡ് ദ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV-D3 ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇൻ ശ്രീഹരിക്കോട്ട. അതായത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV-D3 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച്
ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്ത് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്? എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ പേരാണ് EOS-08. EOS-08 ആണ് ലോഞ്ച് ചെയ്ത എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഏത് റോക്കറ്റിലാണ് ലോഞ്ച് ചെയ്തത്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള SSLV-D3 ഉപയോഗിച്ച് ലോഞ്ച് ചെയ്തു. എവിടെ നിന്ന് ലോഞ്ച് ചെയ്തു? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അത് ലോഞ്ച് സക്സസ്ഫുൾ ആണ്. അപ്പോൾ it operates in low Earth orbit at an altitude of 475 km with a mission life of 1 year. ഓക്കെ, ഇത് ഈ ഒരു സാറ്റലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 475 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡില്, ലോവർ എർത്ത് ഓർബിറ്റിലുള്ള 475 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ്. അതുപോലെ തന്നെ ഈ ഒരു മിഷന്റെ ലൈഫ് വരുന്നത് 1 വർഷമാണ്. അപ്പോൾ എന്താണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നുള്ളത്? അതായത് കൂടുതലും നാവിഗേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ്, ഇപ്പൊ എന്തെങ്കിലും വെതർ ഫിനോമിനൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് EOS-08 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഗ്രീൻ ടെക് ട്രാൻസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. എന്താണെന്ന് നോക്കാം. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ഹാസ് ലോഞ്ച്ഡ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ ഗ്രീൻ ടെക് ട്രാൻസിഷൻ പ്രോഗ്രാം. അതായത് ഇപ്പം നമുക്ക് നിലവിലുള്ളത് ഹാർബറുകളിലൊക്കെ ഹാർബർ ടക്സ് ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ അതിന് പകരം മാറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്രീൻ ടഗുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രീൻ ടെക് ട്രാൻസിഷൻ പ്രോഗ്രാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്. The GTTP aims to transition conventional fuel-based harbor tugs to greener, more sustainable alternative. The program is a part of India's broader effort to decarbonize maritime operations and promote environmental sustainability in maritime sector. അതായത് ഈ ഒരു ഗ്രീൻ ടെക് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീകാർബണൈസ് ചെയ്യുക, അതായത് കാർബണിന്റെ എമിഷൻ കുറയ്ക്കുക മെറിടൈം സെക്ടറിൽ, അതുപോലെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി മെറിടൈം സെക്ടറിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രീൻ ടെക് ട്രാൻസിഷൻ പ്രോഗ്രാം പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മിനിസ്ട്രി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഗ്രാം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് എറി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിൽക്കിനെ കുറിച്ചിട്ടാണ്. അത് ആസാമിലെ പ്രോമിനന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിൽക്കാണ് എറി സിൽക്ക്. അത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേഗൺ ആയിട്ടുള്ള ഒരു സിൽക്കാണ്. അപ്പൊ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, എന്താണ് ഇപ്പൊ ന്യൂസിൽ വന്നതെന്ന് നോക്കാം. ദ നോർത്ത് ഈസ്റ്റേൺ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഹാൻഡ്ലൂംസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ under the Ministry of Development of Northeastern Region has achieved the prestigious OCOTEX certification for its Eri silk. അതായത് നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മിനിസ്ട്രി നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലുള്ളൊരു കോർപ്പറേഷനാണ് നോർത്ത് ഈസ്റ്റേൺ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ആ ഒരു കോർപ്പറേഷനാണ് ഇപ്പോൾ ഒരു പ്രസ്റ്റീജിയസ് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. എന്താണ് ആ സർട്ടിഫിക്കേഷൻ? ഒക്കോടെക് സർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്? അവരുടെ എറി സിൽക്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സിൽക്കിന് ഒക്കോടെക് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫോർ ടെക്സ്റ്റൈൽ സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ്. അതായത് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സും ടെക്സ്റ്റൈൽ സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണത്. അപ്പൊ അത് പല സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണിത്. അപ്പൊ ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ എറി സിൽക്കിന് കിട്ടിയിരിക്കുന്നത്. എറി സിൽക്ക് ഈസ് ദ വേൾഡ്സ് ഓൺലി വേഗൺ സിൽക്ക് വെയർ ദ മോത്ത് നാച്ചുറലി എക്സിറ്റ്സ് ദി കൊക്കൂൺ മേക്കിംഗ് ഇറ്റ് ക്രൂവാലിറ്റി ഫ്രീ. അതായത് ഈ ഒരു എറി സിൽക്കിന്റെ പ്രത്യേകത, ഇതിൽ കൊക്കൂൺസിനെ നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടല്ല പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ്? കൊക്കൂൺസ് മോത്തിൽ നിന്ന് നാച്ചുറലി എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണ്. അപ്പൊ അത് ക്രൂവാലിറ്റി ഇല്ലാണ്ടാണല്ലോ നമുക്ക് ആ ഒരു കൊക്കൂൺ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു വേഗൺ സിൽക്കാണ് എറി സിൽക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സിൽക്കിന് വേറൊരു പേരുണ്ട്, അഹിംസ സിൽക്ക് എന്നും കൂടി എറി സിൽക്ക് അറിയപ്പെടുന്നുണ്ട്. ആസാം, പിന്നെ അതുപോലെയുള്ള ആസാമിലാണ് പ്രോമിനന്റ്, അതുപോലെയുള്ള നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എറി സിൽക്കിനാണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്, ഒക്കോടെക്സ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ എറി സിൽക്ക് എന്താണ്?
ഏത് സർട്ടിഫിക്കേഷനാണ് ലഭിച്ചതെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.